എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണി, ഇത്തവണ ഞാനൊരു പാട്ട് പാടി തുടങ്ങട്ടെ. അച്ഛൻ പാടി തുടങ്ങിക്കോ. മാതാവിൻ്റെ ഒരു പാട്ടാണ്, ഒരു ഇച്ചിരി പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊരു പാട്ട്. മഞ്ഞുകാറ്റു പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞുകാറ്റു പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. ഉഷസ്സു വന്നാൽ മിഴി നീർത്തി നിൽക്കും ശോഭയുള്ള ശാരോൻ പൂവു നീയല്ലേ. ഒലിവിന്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ശാലോ പ്രാവു നീയല്ലേ. വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ, ദാവീദിൻ പ്രകാരം നീ തന്നെ കന്യാമ്പേ. സ്വർഗമിന്നു തന്ന ദാനം നീ, ഓ മഞ്ഞുകാറ്റു പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ.
വീശി നിന്ന സ്നേഹ കാറ്റു നീയല്ലേ സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സിയോൻ പുത്രി നീയല്ലേ റൂഹാദൻ മണവാട്ടി നീയല്ലോ മാതാവേ സ്ലീവാദൻ സഹചാരി നീ തന്നെ കന്യാമ്പേ മോക്ഷവാതിലായ കന്യ നീ ഓ മഞ്ഞുകാറ്റ് പോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ അങ്ങ് വന്നിടൂ ഒരു റൊമാൻറ്റിക് ഫീല് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത് ഡോക്ടർ അപ്പു എറണാകുളത്തൊരു ശുശ്രൂഷ ഡോക്ടർ അപ്പുവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പെട്ടെന്ന് ശുശ്രൂഷ തുടങ്ങുമ്പോൾ കർത്താവ് വായി തന്ന പാട്ട്. അപ്പം ഈ ആൾക്കാരിങ്ങനെ ഈ രണ്ടുപേരി മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ ശരിക്കും പറയും ഒരു മഞ്ഞിൻ്റെ തണുപ്പും ഒരു മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു അനുഭവം വരുന്ന പോലെ തോന്നി. ഇവരുടെ പാട്ടുണ്ടായത് അതിന് ശേഷമുള്ള വരികൾ എനിക്ക് മനസ്സിലായില്ല ശരിക്കും. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. അമ്മേ, നിൻ്റെ പ്രാർത്ഥന വഴി സുരലോക സൂര്യൻ, നീതി സൂര്യൻ യേശു, പിന്നെ സുവിശേഷത്തിൻ്റെ കാതൽ അതായത് യേശു എൻ്റെ മനസ്സിൻ്റെ ദീപമാകാൻ ഇടയാകണേ. അമ്മയുടെ പ്രാർത്ഥന വഴി സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. ഓ ഓ മഞ്ഞുകാറ്റ് പോലെ ഇങ്ങനെ ആ പാട്ട് പോണേ. അതിൻ്റെ അനുപല്ലവി എങ്ങനെയാണെന്ന് വെച്ചാൽ അനുപല്ലവിയെക്കുറിച്ച് പറയുമ്പം അതിന് മുമ്പ് എനിക്ക് ഈ പാട്ട് എഴുതിയതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ചിന്ത വരികയാണ്. ഇതൊരു ഒരു ഭക്തൻ പാടുന്ന പാട്ടെന്നതിനേക്കാൾ ഇത് ഈശോ പാടിയ ഒരു പാട്ട് പോലെ, ഈശോ പാടിയ ഒരു പാട്ട് പോലെ, ഈശോ തൻ്റെ കുരിശുരാത്രിയിൽ പാടിയ ഒരു പാട്ട് പോലെ പാടാനാണ് എനിക്കിഷ്ടം വന്നത്. അതുകൊണ്ട് ഞാൻ ചരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. എൻ മനസ്സു നീറും കുരിശിൻ്റെ വഴിയിൽ വീശി നിന്ന സ്നേഹക്കാറ്റു നീയല്ലേ. ശരിക്കും ഞാൻ എഴുതിയാണെങ്കിലും കുറേ പാട്ട് വരിക്കൊരു മറവിയുണ്ട്, ഞാൻ ഒന്ന് നോക്കുക. സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സിയോൻ പുത്രി നീയല്ലേ. ഈശോ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ കുരിശിന് ഞാനതിന് ബോധബലകമായി കാണുന്ന ഒരു അനുഭവം മീൻസ് ഒരു ചിന്തയെ പ്രാർത്ഥനയിൽ കിട്ടിയതാണ്. എനിക്കിങ്ങനെ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. കുഞ്ഞായിരുന്നപ്പം ഈശോ കുഞ്ഞായിരുന്നപ്പം ഒരു 1.5 വയസ്സ് കാണും. അപ്പം യോസേപ്പിതാവേ ഞാനെന്നാൽ പോയി യാക്കോബിൻ്റെ കിണറ്റിൽ പോയി വെള്ളം കോരിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാതാവ് അങ്ങോട്ട് പോയി. അതിന് തന്നെ പൊക്കോ, കൊച്ചല്ലേ അവിടെ ഇരുന്നോളും, യേശുവാ മുത്തേ നീ ഇവിടെ ഇരുന്നോണേ എന്നും പറഞ്ഞ് മാതാവ് ഇറങ്ങിപ്പോയി. ഉണ്ണിവാവ പറഞ്ഞ്. അപ്പം ഔസേപ്പിതാവ് ഇങ്ങനെ പല കൊട്ടുപടി പല ഉളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പം യേശുവാ യേശുവാ അവിടെ ഉണ്ടോ? ഒരു മുളയുണ്ട്. അയ്യോ അന്നെടുത്ത് കളിക്കല്ലേ കേട്ടോ. അമ്മയുടെ ഉള്ളിൽ ആദ്യം അമ്മ വെള്ളം കോരിട്ട് ഓടി വരിക. ഒന്നും കളിക്കത്തില്ലല്ലോ യേശുവാ
ഇങ്ങനെ ഔസേപ്പിതാവ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പുറം ഇരിപ്പുണ്ട്, ഇങ്ങനെ തടിയുടെ ഒക്കെ അപ്പുറം ഇരിപ്പുണ്ട്. അപ്പം ഔസേപ്പിതാവ് ഫീഡിൽ കൊടുക്കേണ്ട ഒരു കല്യാണത്തിന് കൊടുക്കേണ്ട മേശയും റെഡിയായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് യേശുവാന്ന് വിളിക്കും, ശബ്ദം കേൾക്കുന്നുണ്ട്, മൂളുന്നുണ്ട്. അമ്മ വെള്ളം കോരുന്നു. എൻ്റെ പൊന്നേന്നും പറഞ്ഞ് മറിയം ഓടി വന്നപ്പോഴാണ് ഔസേപ്പിതാവ് ചാടി എണ്ണിക്കുന്നത്. അപ്പം എന്നറിയോ, ഈ കയ്യിലെല്ലാം ചോര പറഞ്ഞിരിക്കുക കുഞ്ഞിൻ്റെ. അപ്പം നോക്കിയപ്പോൾ എന്നറിയാവോ, ഈ ഔസേപ്പിതാവ് എടുത്തിട്ട് വെച്ചിരുന്ന വേറൊരു ഉളിയും കൊട്ടുപൊടിയും ചിന്തേരും സാധനമൊക്കെ എടുത്ത് ഈ കുഞ്ഞ് യേശുവ ചിന്തേര് വിട്ട് 2 ചെറിയ കമ്പും കോലും എല്ലാം എടുത്ത് വെച്ചിട്ട് ഇടിച്ച് കുത്തി ചാണ്ടി അടിച്ച് ചേർത്ത് കൊച്ചു കുഞ്ഞ് പിഞ്ച് കൈകളിൽ കുരിശുണ്ടാക്കി പിടിച്ചിരിക്കുക. അപ്പം ഈ ഉളിയെല്ലാം കൊണ്ട് അങ്ങോട്ട് ഇടിച്ച് പോയി കയ്യിലെല്ലാം ചോരയാണ്. അപ്പം ഞാൻ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുഞ്ഞേ വർഷം 30 മുമ്പ് അപ്പൻ നിന്നോടൊപ്പമിരിക്കെ പെട്ടെന്നുളിയും കൊട്ടുവടിയും തട്ടിയെടുത്തിട്ടെന്തോ പണിയായി, അയ്യോ എന്നെ നെഞ്ചം ചൊൽകേ കണ്ടു ചോരപ്പാടാ കയ്യിൽ, ചെറിയൊരു തടിയും കുറിയൊരു അലകും നെഞ്ചിൽ ചേർത്ത് പിടി. ഒന്നും അറിയാത്തവിടെ നിപ്പ കുസൃതി കരങ്ങൾ കുരിശു മെനഞ്ഞു. ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുമ്പം ഈ കുഞ്ഞു നാൾ തൊട്ട് അമ്മയ്ക്കറിയാം ഒരു കുരിശ് വരും. അമ്മ ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ശമയോൻ പറഞ്ഞിട്ടുണ്ട് ഒരു വാള് നിന്നെ തിറക്കുക. അത് കുരിശാന്ന്, അതൊരു ഒരു 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 അനുഭവമാണെന്നറിയാം. അപ്പം അതുകൊണ്ട് മറിയം ഒരു വിധത്തിൽ മുൻകൂട്ടി സഹനം അറിയാവുന്നത് കൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചൊരുങ്ങുന്നവളാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതുപോലെ ബലം കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് പണ്ട് കുസൃതിക്കരങ്ങളിൽ കുരിശ് പിടിച്ച കർത്താവ് പിന്നീട് കരുത്തുറ്റ കരങ്ങളിൽ താങ്ങാനാവാത്ത കുരിശ് പേറിയപ്പം അത് താങ്ങാൻ പറ്റിയതിൻ്റെ ഒരു ഭൗമിക കാരണം മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ എൻ്റെ മാതാവേ നീ നിന്നത് കാരണമാ എന്ന് പാടേണ്ടി വരും. എൻ മനസ്സു നീറും കുരിശിൻ്റെ വഴിയിൽ വീശി നിന്ന സ്നേഹക്കാറ്റു നീയല്ലേ, സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന അമ്മയുടെ ആ സഹനത്തിൻ്റെ മുത്തുമണികളാണ് പിന്നീട് ജപമാലയാകുന്നത്. സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സീയോൻ പുത്രി നീയല്ലേ, റുഹാദൻ മണവാട്ടി നീയല്ലോ മാതാവേ, ഞാൻ വഹിക്കുന്ന ശ്ലീവായുടെ സഹചാരി നീ തന്നെ കന്യാമ്പേ. ശരിക്കും പറഞ്ഞാൽ 30 ചില്ലുവാനം വയസ്സുകളിൽ അല്ലെങ്കിൽ കൃത്യമായ കുരിശ് പറക്കും മുമ്പ് കാലിത്തൊഴുത്ത് മുതലേ ആ കുരിശിൻ്റെ ഭാരം ആദ്യം എടുത്തത് മറിയമാണ്. മറിയം കൈമാറിയ കുരിശാണ് മിശിഹായുടെ തോളിലിരിക്കുന്നത്. 2 പേരും ചേർന്നത് വഹിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രത്യക്ഷപ്പെട്ടത് കാൽവരിയിലാണെന്ന് മാത്രം. പക്ഷേ കാലിത്തൊഴുത്തിൽ അത് ഗുപ്തമായിരുന്നു, അത് കാണത്തില്ലായിരുന്നു, കാണാമറയത്തായിരുന്നു. അപ്പം അതുകൊണ്ട് അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഭയങ്കര വിശാലമായ ഒരു അർത്ഥം ഈ പാട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈശോ പാടുന്നത് പോലെ അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, ഈശോ അനുഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അത് ആദ്യമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതിയെന്ന് മാത്രം. പക്ഷെ അത് ആൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും. ഈശോയുടെ സഹനത്തിൽ എൻ്റെ കൂടെ നിന്ന അമ്മേ, നീ നിൻ്റെ വിയർപ്പിൻ്റെ കാറ്റ് എനിക്കൊരു മഞ്ഞ് കാറ്റായിരുന്നു, നിൻ്റെ കണ്ണീരിൻ്റെ നനവ് എനിക്കൊരു ഒരു തണുപ്പായിരുന്നു, എൻ്റെ മുറിവിൽ അതൊരു സുഗന്ധതൈലമായിരുന്നു. എൻ മനസ്സു നീറും കുരിശിൻ്റെ വഴിയിൽ വീശി നിന്ന സ്നേഹക്കാറ്റു നീയല്ലേ. അപ്പം അതിൻ്റെ ബാക്കിയാണ് ഒരു അനുപല്ലവി എന്ന് പറയുന്നത്. അനുപല്ലവി ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. പൊന്നുഷസ് വന്നാൽ മിഴിനീർത്തി നിൽക്കും ശോഭയുള്ള ഷാരോൺ പൂവു നീയല്ലേ, ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും സ്നേഹമുള്ള ശാലോം പ്രാവു നീയല്ലേ, വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ, ദാവീദിൻ പ്രാകാരം ദാവീദിൻ്റെ കോട്ട നീയല്ലോ കന്യാമ്പേ. ഇതിൽ ഈ ബൈബിളിലെ ധാരാളം വാക്കുകൾ കയറി വന്നു എന്ന് മാത്രമല്ല, ഈ ഒലിവ് നിരന്തര ഈ ഒലിവ് പെട്ടകത്തിൽ അന്ന് ഒലിവിൻ്റെ ശാഖയാണല്ലോ പ്രാവ് കൊത്തിക്കൊണ്ട് വന്നത്.
ഈ ഒലിവിൻ്റെ ശാഖ കണ്ടപ്പം പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ ആനന്ദമായി. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ വഴി അറ്റ് നിൽക്കുമ്പോൾ ഭൂമിയിൽ നമുക്കുള്ള ആശ്രയം മറിയമാണ്. അവളുടെ വായിൽ പ്രത്യാശയുടെ ഒലിവ് ശാഖയുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ്, ആ ഒരു കൺസെപ്റ്റ് ചേർത്ത് വെച്ചിരിക്കുന്നത്. മാതാവിൻ്റെ കൂടെ ഒന്ന് നിന്നാൽ, മാതാവിനോടൊപ്പം ആരാധിച്ചാൽ നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ തുണ മറിയമാണ്. അതൊരു പ്രത്യാശയുടെ ഒലിവിൻ ജില്ലയാണ്. ഒലിവിൻ ചില്ലയാണ്. അവളത് കൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഓരോ ഇല നമുക്ക് കിട്ടും അവളോടൊപ്പം പാടുമ്പം, അവളോടൊപ്പം സഞ്ചരിക്കുമ്പം. അപ്പം ഈശോയ്ക്ക് കുരിശിൻ്റെ വഴിയിൽ സ്നേഹക്കാറ്റായി മറിയം, നമുക്ക് നിരാശയുടെ വഴിയിൽ പ്രത്യാശക്കാറ്റായി മറിയം. അങ്ങനെയാണ് ആ പാട്ട് എഴുതിയത്. പൊന്നുഷസ് വന്നാൽ മിഴിനീർത്തി നിൽക്കും, ശോഭയുള്ള ശാരോൺ പൂനീയല്ലേ, ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും, സ്നേഹമുള്ള ശാലോം പ്രാവു നീയല്ലേ, വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ, ദാവീദിൻ പ്രാകാരം. ഉറച്ചു നിന്നവളാ അവള്, ആടി ഒലഞ്ഞവളല്ലോ അവള്. നീ തന്നെ കന്യാമ്പേ, സ്വർഗമിന്നു തന്ന ദാനം നീ. മാതാവേ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ആധ്യാത്മികത, നീ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യ വ്യക്തിക്ക് എത്രമാത്രം സഹനമെടുക്കാം, മനുഷ്യ വ്യക്തിക്ക് എത്രമാത്രം പോരാടാം, മനുഷ്യ വ്യക്തിക്ക് എന്തുമാത്രം പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് വളരാം എന്നതിന് നീ എനിക്ക് ഉറപ്പ്. എൻ്റെ ഈശോ ദൈവപുത്രൻ കൂടിയാണ്. പക്ഷേ അമ്മേ, നിന്നെ കാണുമ്പോഴാണ് എൻ്റെ മാനുഷിക ദൗർബല്യങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെനിക്ക് പറക്കാൻ പറ്റും. എൻ്റെ ദൗർബല്യം, മറിയം എത്രയോ ദുർബലയായ ഒരു കന്യകയായിരുന്നു. പക്ഷെ അവൾ പിന്നെ ഇവിടെ നിൽക്കുകയല്ലേ, പിന്നെ ഒന്നും ആടി തൂങ്ങുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പാട്ടാണിത്. മഞ്ഞുകാറ്റു പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ, നല്ല മാതാവേ അങ്ങ് വന്നിടൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാതാവിനെ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ കൂട്ടുപിടിക്കാം. ഈ രാത്രിയിലല്ല, ജീവിതത്തിൻ്റെ പകലിലും. രാത്രിയിൽ കൂടെയുള്ള ആൾ പകൽ പിന്നെ കൂടെ കാണുമല്ലോ. രാത്രിയിൽ ഈ ഭാരത്തിലും കണ്ണുനീരിൻ്റെ ഈ രാത്രിയിൽ കൂട്ടുപിടിക്കാം. മാതാവിൻ്റെ സ്നേഹക്കാറ്റ്, മഞ്ഞുകാറ്റ് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശുശ്രൂഷകൾ മുഴുവനും ഒരു മരിയൻ കണ്ണിയുള്ള ശുശ്രൂഷയാണ്. അമ്മയെ എടുത്ത് പറയണമെന്നില്ല, പ്രസംഗിക്കണമെന്നില്ല. പക്ഷേ അമ്മ മറിയത്തിൻ്റെ ഒരു ബന്ധം ഒരു മഞ്ഞുകാറ്റ് പോലെ നിരന്തരം ഇങ്ങനെ വളരെ ശാന്തമായി വീശുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷ വേല ചെയ്യുമ്പം ഭയങ്കരമായ കാഴ്ചപ്പാടുകൾ ദൈവം തരുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകം മുഴുവൻ പരിശുദ്ധ അമ്മയാൽ നവീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയ മണവാളനായ പരിശുദ്ധ റൂഹയാൽ സകലതും പുനഃസൃഷ്ടിക്കപ്പെടട്ടെ. ഇനി ഒരിക്കലും മെച്ചപ്പെടില്ല, സൃഷ്ടിക്കപ്പെടില്ല, തിരിച്ചു വരില്ല, ഉണ്ടാവില്ല, സംരക്ഷിക്കപ്പെടില്ല, പൂർണ്ണതയിലെത്തില്ല എന്ന് കരുതുന്ന വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, സംഭവങ്ങൾ, പ്രസ്ഥാനങ്ങൾ, രീതികൾ, രചനകൾ, ജീവിതങ്ങൾ എല്ലാം പുതുക്കപ്പെടട്ടെ. മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഞ്ഞുകാറ്റ് വീശുമ്പം പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതത്തെയും പുതുക്കട്ടെ. കർത്താവെ, നിൻ്റെ അരൂപിയെ അയക്കുക, അപ്പോൾ അവയെല്ലാം സൃഷ്ടിക്കപ്പെടും. മറിയം വഴി പ്രാർത്ഥിക്കുന്ന മറിയത്തിൻ്റെ പ്രിയ മണവാളനായ പരിശുദ്ധ റുഹായി നേരിട്ട് ശക്തമായി ഒരു കൊടുങ്കാറ്റ് പോലെ മറിയം മഞ്ഞുകാറ്റായി വീശുമ്പം അങ്ങയുടെ പരിശുദ്ധമായ സ്നേഹം പരിശുദ്ധ റുഹായി ശക്തമായൊരു കാറ്റായി ഊതി ഞങ്ങളുടെ സങ്കടങ്ങളെ പറപ്പിച്ച്, ഞങ്ങളുടെ പറഞ്ഞു പോകാത്ത ചില കെട്ട വേരുകളെ അറുത്തു മാറ്റി ഞങ്ങളെ അത്ഭുതകരമായി അവിടെ അങ്ങയുടെ കൃപയുടെ വാനിലേക്ക് എടുത്തുയർത്തണമേ. ലോകം മുഴുവനും പരിശുദ്ധ അമ്മയാൽ മറഞ്ഞിരുന്ന ആ വീഞ്ഞിനാൽ ലഹരി പിടിക്കപ്പെടട്ടെ. ഇതുവരെ മറയ്ക്കപ്പെട്ട മധുര വീഞ്ഞ് മറിയമാണെന്നറിഞ്ഞ് മറിയത്തിൻ്റെ ലഹരിയാൽ, കൃപയാൽ, മഹത്വത്താൽ ലോകം മുഴുവൻ എടുക്കപ്പെടട്ടെ. ആമേൻ. ആമേൻ. Mm-hmm.
മനസ്സാകണേ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. ഓ മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. പൊന്നുഷസ് വന്നാൽ മിഴി നീർത്തി നിൽക്കും ശോഭയുള്ള ശാരോൻ പൂവു നീയല്ലേ. ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ശാലോം പ്രാവു നീയല്ലേ. വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ. ദാവീദിൻ പ്രകാരം നീ തന്നെ കന്യാമ്പേ. സ്വർഗമിന്നു തന്ന ദാനം നീ. ഓ മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. എൻ മനസ്സു നീറും കുരിശിന്റെ വഴിയിൽ വീശി നിന്ന സ്നേഹം കാറ്റു നീയല്ലേ. സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സീയോൻ പുത്രി നീയല്ലേ. റൂഹാദൻ മണവാട്ടി നീയല്ലോ മാതാവേ. സ്ലീവാതൻ സഹചാരി നീ തന്നെ കന്യാമ്പേ. മോക്ഷവാതിലായ കന്യ നീ. ഓ മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ